ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി നമ്മുടെ LOCയിൽ പാകിസ്ഥാൻ പ്രകോപനം നടത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ നമുക്കതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ വലിച്ചുവാരി ഉടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാത്രിയിലാണ് ഈ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പാകിസ്ഥാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധി വരികയാണ്. അതിനിടയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി, നമ്മുടെ സിന്ധു നദീ ജല കരാർ, ഈ കരാർ നമ്മൾ മരവിപ്പിച്ചിരുന്നു. അപ്പൊ ഈ കരാർ ഇപ്പം മരവിപ്പിച്ചതിനെ ചൊല്ലി പാകിസ്ഥാൻ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ പോയ പാകിസ്ഥാൻ ഞെട്ടി. കാരണം ലോകം പോലും ഇന്ത്യയുടെ കൂടെയാണ് എന്ന് പാകിസ്ഥാൻ ആ സമയത്ത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഒരു സംഘർഷത്തിന്റെ വഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാന് മനസ്സിലായി. പക്ഷെ സംഘർഷത്തിന്റെ വഴി പോകാൻ സാധിക്കുന്ന ആ ഒരു വഴികളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് പാകിസ്ഥാനിലെ പ്രതിരോധ വിദഗ്ധർ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. അവര് പറയുന്നത് ഇന്ത്യക്ക് 12 ആണവായുധങ്ങൾ നിലവിൽ അവർ പാകിസ്ഥാന് നേരെ വിന്യസിച്ചിട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. 12 എണ്ണം. അപ്പൊ നിങ്ങൾ നേരത്തെ അവര് മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പൊ പാകിസ്ഥാൻ ആദ്യം ആണവായുധം ഉപയോഗിച്ച് അടിച്ചാലും അവർക്ക് ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ട്. അവര് ഇപ്പൊ നിങ്ങൾ കരയിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അവർ കടലിൽ കൂടെ അടിക്കും. നിങ്ങൾ കടലിൽ കൂടെ അടിക്കാൻ തുനിഞ്ഞാൽ അവര് ആകാശത്തൂടെ അടിക്കും. ഒരേ സമയം 3 ഈ മേഖലകളിലൂടെ അടിക്കാൻ പറ്റും. കടലിലൂടെയും കരയിലൂടെയും ആകാശത്തൂടെ അടിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഉള്ളത്. അപ്പൊ അതിനുശേഷം അവർ പറയാണ് 12 ആണവായുധങ്ങൾ ഓപ്പറേഷനലി ഡിപ്ലോയിഡ് ആയിട്ട് ഇന്ത്യ വച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാന് നേരെയാണ് വച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആണവ അന്തർവാഹിനിയിലെ വാർഹെഡുകളിലുണ്ട്. പിന്നെ 12 എണ്ണം ഉടൻ ഉപയോഗിക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഇന്ത്യയുടെ ആണവ സേനയുടെ തയ്യാറെടുപ്പ് എത്രത്തോളമാണെന്ന് പാകിസ്ഥാൻ വിലയിരുത്തിയിരുന്നു നേരത്തെ. ആ വിലയിരുത്തിയതിനും എത്രയോ അപ്പുറമാണ് ഇന്ത്യയുടെ ഈ ഒരു ഡിപ്ലോയ്മെന്റ് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞു. പാകിസ്ഥാന് തൊടാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞു എന്നും നമ്മുടെ പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട്. ദക്ഷിണേഷ്യയിലെ ആണവ സന്തുലിതാവസ്ഥയെ ഇത് തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നിലവിൽ പാകിസ്ഥാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഇത് ദക്ഷിണേഷ്യയെ സമ്പൂർണ്ണമായിട്ട് തകർക്കാനായിട്ടാണ് ഇന്ത്യ ഇത്ര അഗ്രസീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് തന്നെയാണ്. അതായത് ആദ്യം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്തായാലും പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ പ്രയോഗിക്കും. കാരണം ഇങ്ങോട്ട് പ്രയോഗിക്കണമെന്ന് ചിന്തിച്ചാൽ തന്നെ ഞങ്ങൾ പ്രയോഗിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു വിശകലനം അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ്, പ്രതിരോധ വിദഗ്ധർ പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്ന ഈ മുന്നറിയിപ്പ് വീണ്ടും അസീം മുനീറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അസീം മുനീർ ഉടനെ പാകിസ്ഥാനോടും ആണവായുധം വിന്യസിക്കാൻ പറയല്ല. അസീം മുനീർ ബങ്കറുകൾ കൂടുതൽ തയ്യാറാക്കുന്ന തിരക്കിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിലവിൽ ഈ ഇന്ത്യയുടെ ഈ നീക്കത്തെ എങ്ങനെയാണ് ഈ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്? അത് പാകിസ്ഥാൻ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഏഷ്യയിലെ തന്നെ ആണവ സന്തുലിതാവസ്ഥയെ അത് വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നുള്ളത് ചോദിക്കണം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എടുത്തല്ലോ, ഈ ചൈനയുടെ വാർത്ത. ചൈനയുടെ മറ്റേ ഫ്ലൈറ്റ് അല്ല, ജെറ്റ്. ആ ജെറ്റ് വ്യോമസേന, ഇന്ത്യൻ വ്യോമസേന അതിനെ മറികടന്നു. നമ്മുടെ VDMMA എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ, ലോകത്തെ എല്ലാ വ്യോമസേനകളെയും വിലയിരുത്തുന്ന ഓർഗനൈസേഷൻ പറഞ്ഞു ഇന്ത്യക്ക് 1732 ഫ്ലൈറ്റ് ജെറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇരട്ടി ചൈനയ്ക്ക് ഉണ്ടെങ്കിലും ഇന്ത്യയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. കാരണം അവരുടെ ടെക്നോളജി അത്രയ്ക്ക് ഗംഭീരമാണെന്ന് പറഞ്ഞു. അപ്പോ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒരു പ്രൊപ്പഗാൻഡ വാർ നടത്തുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങളിൽ പോലും ഞാൻ കണ്ടു, ഇന്ത്യക്ക് 0, ചൈനയ്ക്ക് 500, ഇതിൽ അടിപതറും ഇന്ത്യ. ഞാൻ നോക്കിയപ്പോ ഇതെന്തോ ഇന്ത്യക്ക് 0, സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ശേഷി നോക്കിയപ്പം നാഷണൽ മീഡിയാസിലും നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നത് ഈ ചൈനയുടെ വിമാനങ്ങളും അതിന്റെ മറ്റേ ഈ വാഴ്ത്തുപാട്ടുകളൊക്കെയാണ് കാണുന്നത്. ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല, അതിഭീകരമാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ പ്രൊപ്പഗാൻഡ വാർ എന്ന് പറയുന്നത്. കാരണം അവന്മാർക്ക് നല്ല രീതിയിൽ അത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവന്മാര് നമ്മുടെ ഒരു ഇത് കളയാനായിട്ട്, ഈ ഒരു കോൺഫിഡൻസ് കളയാനായിട്ട് ഇത് ശ്രമിക്കുന്നത്. നമുക്ക് പാകിസ്ഥാനിൽ തുടങ്ങാം. ഈ മാധ്യമങ്ങളിൽ സാധാരണ ചൈനീസ് പുകഴ്ത്തൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫണ്ടഡ് സാധനം. അത് ചൈനീസ് ഫണ്ട് നേരത്തെ തന്നെ വരുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ പത്രങ്ങൾ നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരുടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് പാകിസ്ഥാനെ കുറിച്ച് ഒരു രസകരമായ വാർത്ത പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. പാകിസ്ഥാൻ ഈ സിന്ധു നദീജല തർക്കത്തിന്റെ പേരിൽ കോടതിയിൽ പോയായിരുന്നു. പെർമനന്റ് കോർട്ട് ഓഫ് ആർട്രിബ്യൂഷൻ എന്ന് പറയുന്ന PCI എന്ന് പറയുന്ന ഒരു കോടതി. ഈ കോടതി നിയമവിരുദ്ധമാണെന്നാണ് ഇന്ത്യയുടെ ഇത്. കോടതികൾ നിയമവിരുദ്ധമാണെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് കേസിന് പോയത്. വെള്ളം ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു. പക്ഷെ ഈ കോടതി ചെല്ലുമ്പോൾ വേറൊരു വലിയ കോമഡി ഉണ്ട് അവിടെ.
ആര് കേസിന് പോയാലും അവർ പൈസ കെട്ടി വെച്ചിട്ട് കേസിന് ഹാജരാകാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു രാജ്യത്തിന് 3 കോടി രൂപയാണ് അവരുടെ 3 കോടി രൂപ 3 ലക്ഷം ഡോളറാണ് ഒരു രാജ്യത്തിന്റെ ഫീസ്. 2 രാജ്യം പങ്കെടുക്കണമെങ്കിൽ 6 ലക്ഷം വേണം. ഇപ്പൊ ഇന്ത്യ പങ്കെടുക്കുന്നില്ലല്ലോ. ഇന്ത്യ ഇല്ലാതെ തന്നെ ഇവർക്ക് വിചാരണ നടത്താം കേട്ടോ, വിചാരണ നടത്താം, വിധി പറയാം. ഇന്ത്യ ഈ കോടതിയെ തന്നെ അംഗീകരിക്കുന്നില്ലേ? നമ്മൾ പറയുന്ന ഈ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു കോടതി ഞങ്ങൾ അംഗീകരിക്കുന്ന പോലെ ഇല്ലെന്നാ. ഏതായാലും പാകിസ്ഥാൻ അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പാകിസ്ഥാന്റെ 3 ലക്ഷം ഡോളറും ഇന്ത്യയുടെ 3 ലക്ഷം ഡോളറും കൂടെ ഇപ്പൊ അടച്ചു ആ കോടതിയിൽ. വലിയ ഇതെന്ന് പറഞ്ഞാൽ കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാതെ കിടക്കുന്നവൻ നമ്മുടെ പൈസയോട് ഇപ്പൊ അടച്ചിട്ടാണ് ഇപ്പൊ കേസ് നടന്നത്. ഒരു കൂട്ടരില്ലെങ്കിൽ ഈ കേസ് നടത്തും. അപ്പൊ തന്നെ കോടതിയുടെ ഒരു വിശ്വാസത എത്രത്തോളം എന്നറിയാം. ഏതായാലും അതവിടെ നടക്കട്ടെ. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് രജൌരി LOC തർക്കുണ്ടി സെക്ടറിൽ വലിയ രീതിയിൽ വെടിവെപ്പ് നടന്നു. ആദ്യം ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചില്ല. ഇന്ത്യൻ സൈന്യം കരുതിയത് ഇവർ സാധാരണ നടത്താറുള്ളത് കണക്ക് ഒരു ചെറിയ വെടിവെപ്പായിരിക്കും എന്ന് കരുതിയില്ല. പക്ഷെ പിന്നീട് ഈ വെടിവെപ്പ് ശക്തമായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഇതിൽ ആളപായത്തിന്റെ റിപ്പോർട്ടുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ ഒരു കണക്കൂട്ടൽ എന്തായിരുന്നു ചോദിച്ചാൽ, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഭാഗത്ത് ഒരു കണക്കൂട്ടൽ, ഇത് ഈ ഭീകരരെ നുഴഞ്ഞു കയറ്റാൻ വേണ്ടിയിട്ട് വിടുന്നതാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. അത് മണിക്കൂറോളം നീണ്ടു നിന്നു, പുലർച്ചെ വരെ ആ വെടിവെപ്പ് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തിയിൽ നടക്കുന്ന ഏറ്റവും വലിയ മീൻസ് വെടിവെപ്പായിരുന്നു ഇപ്പോൾ നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ പാകിസ്ഥാൻ ഒരു വലിയ സാഹസത്തിന് മുതിർന്നിട്ടുണ്ട്. അതായത് നമ്മുടെ POKയിലുള്ള ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ചേർത്തുകൊണ്ട് അവരുടെ 5ാമത്തെ പ്രവിശ്യ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ നിയമസഭാ അംഗമായ ജലാൽ അലിഷാ ഒരു പ്രമേയം പാകിസ്ഥാന്റെ നിയമസഭയിൽ കൊണ്ടുവരികയും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. നിലവിൽ പാകിസ്ഥാൻ 4 പ്രവിശ്യകളാണുള്ളത്: പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺ. 5ാമതായിട്ട് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വരുന്നു. ഇതിപ്പോ ഇന്ത്യ എതിർത്തിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് നിങ്ങളുടെ പ്രദേശമല്ലല്ലോ ഇത്, ഞങ്ങളുടെ സ്ഥലമല്ലേ, ഞങ്ങളുടെ സ്ഥലം നിങ്ങളെങ്ങനെ പ്രവിശ്യയാക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ ഈ എന്താ പറയുന്നത്, POK നടക്കുന്ന പ്രശ്നങ്ങളില്ലേ, ആ POK നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ഈ ഗിൽജിത്തിനും ബാൾട്ടിസ്ഥാനെയും കൂടെ പ്രവിശ്യയാക്കുക. ബാക്കി എനിക്ക് തോന്നുന്നു അവർ കരുതുന്നുണ്ടാകും ബാക്കി പ്രദേശങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ ഭാഗത്തോട്ട് പൊക്കോളുമെന്ന്. അപ്പൊ ഇത് നമ്മുടെ കൂടെ ചേർത്ത് വെക്കാം, മറ്റേത് പൊക്കോളെന്ന് കരുതുന്നുണ്ടാകാം, അങ്ങനെയും ആകാം. അതല്ലെങ്കിൽ ഇവരെ 2 തട്ടാക്കുകയായിരിക്കും. ഒരു സ്ഥലത്തെ ജനത്തെ 2 തട്ട്, ഒന്ന് ഞങ്ങളുടെ ഭാഗം, ഒന്നും അല്ലാത്ത ഭാഗം എന്ന് ആക്കുവാനും ആകാം. ഏതായാലും നിലവിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏതാണ്ട് ബലൂചിസ്ഥാൻ മേഖലയെ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺ മേഖലയിൽ ഈ തെഹ്രിക്ക് താലിബാൻ അടക്കമുള്ളവരുടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. പിന്നെ സ്വാഭാവികമായി തന്നെ 2 രീതിയിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഇപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വിഷയത്തിൽ ഈ പാകിസ്ഥാൻ ഇടപെടുമ്പോൾ അവർക്ക് നന്നായി അറിയാം ഇന്ത്യ ഇതിൽ ഇടപെടും. ഇന്ത്യ അത് മറുപടി കൊടുത്തു ഇന്നലെ. ഇന്ത്യ സ്വാഭാവികമായും അതിനെതിരെ പ്രതികരിക്കുമല്ലോ. ആ പ്രതികരണം ഒരു വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സംഘർഷത്തിന് വകുപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനെ ഇപ്പൊ പ്രവിശ്യയാക്കാൻ ഒരു നീക്കം അവർ നടത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ എന്തായാലും അവർ ഇന്ത്യക്കെതിരെ തിരിയാതെ അവർക്ക് നിൽക്കക്കള്ളിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ രാജ്യം തന്നെ ആഭ്യന്തര കലാപത്തിലും സംഘർഷത്തിലും പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തേ കഴിയും. അതുകൊണ്ടാണ് ഇടയ്ക്ക് മധ്യസ്ഥ ശ്രമമായിട്ടൊക്കെ പോയത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് പാകിസ്ഥാൻ തന്നെ അവിടെയുള്ള പ്രതിരോധ വിദഗ്ധരാണ്, ധനുഷ് പറഞ്ഞത്, അവിടെയുള്ള പ്രതിരോധ വിദഗ്ധരാണ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധരല്ല കൊടുത്തിരിക്കുന്നത്, പാകിസ്ഥാനുള്ള പ്രതിരോധ വിദഗ്ധരാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പണിക്ക് പോകരുത്, അവന്മാർ നിങ്ങളെക്കാൾ 100 ഇരട്ടി ശക്തിയാണ്. കാരണം ഇപ്പോൾ ഈ മേഖലയില് ഇന്ത്യ എന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു. മുൻപത്തെ പോലെ അല്ല. ഇവിടെ പാകിസ്ഥാനെന്നല്ല മറ്റു രാജ്യങ്ങൾക്കായാലും ഇന്ത്യയോട് മുട്ടുക എന്നുള്ളത് അസാധ്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും വിരട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അത് ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും എല്ലാവർക്കും ഒന്ന് വിരട്ടാൻ പറ്റും. വലിയ രാജ്യമാണെങ്കിൽ പോലും ഒന്ന് വിരട്ടി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കാം. ഇവിടുത്തെ അങ്ങനത്തെ ഭരണാധികാരികളോ അത്തരത്തിലായിരുന്നുകൊണ്ടാണ്. ഇപ്പൊ വിരട്ടാൻ പോലും പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും നോക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഒരു വലിയ ശക്തിയായിട്ട് തന്നെ മാറിയിരിക്കുന്നു. ഏത് നിമിഷം അടിയുണ്ടായി കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടുന്നത് എങ്ങനെ എന്നൊരു ചോദ്യവുമുണ്ട്. പാകിസ്ഥാനിൽ ഈ സമയത്ത് ധൃതി പിടിച്ച് ഒരുപാട് ബങ്കറുകൾ സ്ഥാപിക്കുന്നുണ്ട്. അസീം മുനീറിന്റെ നേതൃത്വത്തിൽ അനവധി ബങ്കറുകൾ സ്ഥാപിക്കുന്നു. ധൃതി പിടിച്ചിട്ടാണ് അവർ ബങ്കർ സ്ഥാപിക്കുന്നത്. അവർക്ക് നന്നായിട്ട് അറിയാം ഒരു മാരക അടി വരുന്നുണ്ട്. അടി വരുമ്പോഴത്തേനും ഇവരുടെ കുഞ്ഞുകുട്ടി പരാധീനത്തിനൊക്കെ പോയി ഇരിക്കാൻ സ്ഥലം വേണ്ടേ? മന്ത്രിമാർക്ക് പോയിരിക്കണം, സേനാ അംഗങ്ങൾക്ക് പോയിരിക്കണം, അവരുടെ കുടുംബത്തിനിരിക്കണം, പിള്ളേർക്ക് ഇരിക്കണം. ഇതിനൊക്കെ വേണ്ടി ബങ്കർ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനമാണ്. അതിന്റെ അർത്ഥം തന്നെ അധികം വൈകാതെ ഒരു അടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഒന്ന് ചോദിക്കും, തേങ്ങ ഉടക്ക സ്വാമി എന്ന് വെച്ചാൽ ഇത് സ്വിച്ച് ഇടുമ്പോൾ ഓണാകുന്ന കമ്പ്യൂട്ടർ ഗെയിം അല്ല, ഇല്ലെങ്കിൽ മൊബൈൽ ഗെയിം അല്ല യുദ്ധം എന്ന് പറയുന്നത്. അത് 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന നയതന്ത്രപരമായ വിള്ളലുകൾ ആണ് വളരെ വലുതായി മാറുന്നത്. അവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്.
ഏതായാലും നമുക്ക് കുറച്ച് വരും. ഇതിപ്പോ ഓരോ ദിവസവും മാറി മറിയുക. പക്ഷേ ആദ്യം POK കലാപം, പിന്നെ കണ്ടത് ബലൂചിസ്ഥാൻ പിടിച്ചടക്കി എന്നുള്ളത് അത് രാജ്യമായി പ്രഖ്യാപിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഈ പാകിസ്ഥാൻ സിന്ധു നദീജലമൊക്കെ വിട്ട്, സിന്ധു നദീജലത്തിന് വലിയ സംഭവം നടക്കുന്നുണ്ട്, വലിയ ബഹളം നടക്കുന്നുണ്ടോ. അതെല്ലാം വിട്ടിട്ട് ഇപ്പൊ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അവരുടെ പ്രദേശമാക്കി മാറ്റാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുന്നു. അത് നിയമപരമായി അത് നിലനിൽക്കത്തില്ല എങ്കിൽ പോലും പ്രമേയം പാസ്സാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികളൊക്കെ അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്ലാഷിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം.